ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആയിഷാസ് യമ്മി വേൾഡ്. ഇന്ന് നമുക്ക് ഈവനിങ് സ്നാക്കിന് ഒരു കൂന്തൽ നിറച്ചത് തയ്യാറാക്കിയാലോ. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്തോട്ട് വെച്ച് 2 ടീസ്പൂൺ അരിയാണ് വറുത്തെടുക്കുന്നത്. ഞാനിവിടെ റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത്. അരി നന്നായി പൊട്ടി വന്നതിന് ശേഷം ആ കടായിലോട്ട് തന്നെ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ചുവ മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ശേഷം അതിലോട്ട് മീഡിയം സൈസ് സവാളയാണ് കൊത്തി അരിഞ്ഞിട്ടുള്ളത്. അത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണേ. അതിലോട്ട് അരിഞ്ഞു വെച്ച മല്ലിയില, കറിവേപ്പിലയാണ് ചേർത്തത്. നന്നായി ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി. ശേഷം നമുക്കതിലോട്ട് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ജീരകം ഞാൻ പൊടിക്കാത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചത് ചേർത്താലും മതി, എന്നാലും പൊടിക്കാത്തത് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ ക്ലീനാക്കി വെച്ച കൂന്തലിൻ്റെ തലയും സൈഡ് ഭാഗവുമാണ് നന്നായി ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരി വറുത്തത് പൊടിച്ചാലോ. വെന്ത് വന്ന അതേ ഫില്ലിങ്ങിലേക്ക് നമുക്കൊരൽപ്പം തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം വേണം അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ. അരിപ്പൊടി ചേർത്തതിന് ശേഷം എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണേ. ശേഷം ക്ലീനാക്കി വെച്ച കൂന്തലിലേക്ക് നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. നന്നായി കുത്തി നിറച്ച് കൊടുക്കരുത്. ആവി കൊള്ളുന്ന സമയത്ത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായി കുത്തി നിറച്ച് കൊടുക്കരുത്. ശേഷം ഒരു ടൂത്ത് പിക്ക് എടുത്ത് പിൻ ചെയ്ത് വെക്കാം. എല്ലാം ഇതുപോലെ നിറച്ച് ഫില്ല് ചെയ്ത് പിൻ ചെയ്ത് വെക്കാം. ഒരു സ്റ്റീമറിലോട്ട് നേരത്തെ ഫില്ല് ചെയ്ത് വെച്ച എല്ലാ കൂന്തലും നമുക്ക് അടക്കി വെച്ച് കൊടുത്ത് ഒന്ന് ആവി കയറ്റി കൊടുക്കാം. അധിക നേരമൊന്നും ആവി കൊള്ളണമെന്നില്ല. ഇതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ്ട്. ഫ്രൈ ചെയ്യാൻ വേണ്ടി അല്പം മുളക് പൊടി, അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൂന്തലിൻ്റെ മേലെ തേച്ച് പിടിപ്പിച്ച് ചൂടായി വന്ന എണ്ണയിലോട്ട് അടക്കി വെച്ച് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.